ഈ സംവിധാനം ഉപകാരപ്രദമാവും. സംരംഭകരുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ഇടപെടലുകളാണ് ഇവയെല്ലാം. ഏതെങ്കിലും തരത്തിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കോ സംരംഭങ്ങൾക്കോ തടയിടുന്നവയല്ല ഇവയൊന്നും. സംരംഭകത്വ വികസനത്തിൽ നമ്മുടെ സംസ്ഥാനം വളരെയേറെ മുന്നേറുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി നാളിതുവരെ 3 ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ആരംഭിച്ചത്. ഇതുവഴി ലക്ഷക്കണക്കിന് തൊഴിലുകളാണ് സൃഷ്ടിക്കപ്പെട്ടത്. സംരംഭകത്വ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുതകുന്നതാണ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് ശരിയായ രീതിയിൽ എത്തിക്കുന്നതിനും കൗണ്ടർ ഫിറ്റിംഗ് തടയുന്നതിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ വെബ് പോർട്ടലും മാർഗനിർദ്ദേശങ്ങളുമെല്ലാം. ആ നിലക്ക് വിപണിയെ സുതാര്യമാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ സർക്കാരിനോട് കൈകോർത്ത് പ്രവർത്തിക്കാൻ എല്ലാ സംരംഭകരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കട്ടെ. ഓരോ ഉപഭോക്താവും തങ്ങളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട്. അതേസമയം തന്നെ വിപണിയിലുണ്ടാകുന്ന ദോഷകരമായ പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാനും തങ്ങളുടെ അവകാശം സംരക്ഷിക്കാനും എല്ലാ ഉപഭോക്താക്കളും സജ്ജരാകേണ്ടതുമുണ്ട്. അതിന് സഹായകമായ വിധത്തിൽ തങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കേണ്ടതിനെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം ഉപഭോക്താക്കളിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുമുണ്ട്. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ വാങ്ങുക, അമിത ഉപഭോഗം നിയന്ത്രിക്കുക, ഭക്ഷണ സാധനങ്ങൾ പാഴാക്കാതെ ഇരിക്കുക, ഇവയെല്ലാം ഉപഭോക്താക്കൾ നിർവഹിക്കേണ്ട കടമകളാണ്. ഉപഭോക്താക്കളുടെ കടമകളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. അതിനുതകുന്ന കൂട്ടായ ഇടപെടലുകൾ ഉണ്ടാകണം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് മാർഗരേഖയുടെയും ബോധവൽക്കരണ വീഡിയോകളുടെയും പ്രകാശനവും വെബ് പോർട്ടൽ ഉദ്ഘാടനവും നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. നന്ദി സാർ. ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ആശംസ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ള മുൻ മന്ത്രിയും തിരുവനന്തപുരം MLA-യുമായ ശ്രീ ആന്റണി രാജു അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡയറക്റ്റ് സെല്ലിംഗ് മാർഗരേഖയുടെ പ്രകാശനവും വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ച കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി എൻ്റെ ബഹുമാനായ സുഹൃത്ത് ശ്രീ GR അനിൽ, ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാജു ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു നൂതനമായ സംരംഭത്തിനാണ്, അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിനാണ് നാം എല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. കേരളത്തിൽ ലോകത്തെമ്പാടും ഓൺലൈൻ വ്യാപാര മേഖലയൊക്കെ സജീവമാകുന്നതിന് മുമ്പ് തന്നെ നേരിട്ട് ജനങ്ങളുമായി ആശയവിനിമയം നടത്തി വ്യാപാര ശൃംഖലയെ വികസിപ്പിച്ചെടുത്ത ഒരു സമൂഹമാണ് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം നേരിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം തന്നെ അറിയാം. ഒരു കാര്യം മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ വരെ നിങ്ങൾക്കൊരു നാഥനില്ലായിരുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ നിങ്ങളെയാകെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. സംസ്ഥാന ഗവൺമെൻറ് ചട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുകയും
ജനങ്ങളുടെ ഇടയിൽ ഈ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് സജീവമായി സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ നിങ്ങൾ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഡയറക്റ്റ് സെല്ലിംഗ് ഏജന്റന്മാരായി മാറുന്ന സുദിനമാണ് ഇന്ന്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഗവൺമെന്റ് ഒരു അംഗീകാരത്തോടുകൂടി നിർഭയമായി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖലയാക്കി ഇതിനെ മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ചെറിയ കാര്യമല്ല. വ്യാജ കാർഡുകളും വ്യാജ കാര്യങ്ങളുമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു പോകുന്നവർക്ക് ഇനി അങ്ങനെ അനായാസം കടന്നു ചെല്ലാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സ്വാഭാവികമായിട്ടും ചട്ടങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഈ മേഖലയിൽ അംഗീകാരത്തോടെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ഒരു ഐഡന്റിറ്റി ഉണ്ടാകും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല കമ്പനികളുടെയും പേരിൽ വരുന്ന ആളുകളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്കും അറിയില്ല. പക്ഷേ ഗവൺമെന്റിന്റെ മുദ്രണത്തോടു കൂടിയുള്ള അംഗീകൃതമായ ഒരു ആളുകളായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ജനങ്ങൾക്ക് സുരക്ഷിത ബോധത്തോടെ പ്രവർത്തിക്കാനും കഴിയും. ഏതായാലും ഈ മേഖലയിൽ ഉള്ളവരെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ചരടിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കിക്കൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം നൽകാൻ നേതൃത്വം കൊടുത്ത സംസ്ഥാന ഗവൺമെന്റ് പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രിയെ ശ്രീ GR അനിലിനെ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. സമയബന്ധിതമായി ചട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം തന്നിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ പല കൈവഴികളായി പല മേഖലകളിൽ പലരുടെയും ഒരു സഹായത്തോടെ മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇന്ന് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്നവരായി നിങ്ങൾ മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത്രയും സംഘടിതമായ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അതിവിദൂര ഭാവിയിൽ നിങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ക്ഷേമനിധിയുടെ ഭാഗമായി വീണ്ടും മാറാൻ കഴിയും എന്നുകൂടിയുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് ഇന്ന് ഈ സമ്മേളന വേദിയിൽ നിന്ന് പോകാൻ കഴിയും. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടങ്ങലാണ്. നിങ്ങൾ 4 മണി മുതൽ ഇവിടെ കാത്തിരിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനുമൊക്കെ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുത്ത് തീരാൻ വൈകിയത് കൊണ്ടാണ് ഇവിടെ എത്താൻ ഞങ്ങൾക്ക് വൈകിയത്. അതിൻ്റെ അല്ലാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാധാരണ കൃത്യസമയത്ത് എത്തുന്നയാളാണ്. പക്ഷേ LDFന്റെ യോഗം അല്പം വൈകിയത് കൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിനും വൈകിയത്. പക്ഷേ ആ സമയം വരെ നിങ്ങളെല്ലാം അക്ഷമരായി ഇവിടെ കാത്തിരുന്നു എന്നുള്ളത് തന്നെ നിങ്ങളുടെ ജോലിയോട് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഇത്രയും സമയം ഇങ്ങനെ ഈ പരിപാടികളിൽ അസ്വസ്ഥരാകാതെ കാത്തിരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇനിയും കൂടുതൽ സമയമെടുത്താൽ നിങ്ങളെല്ലാം മടങ്ങിപ്പോകുന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഡയറക്റ്റ് സെല്ലിംഗ് മാർഗരേഖ പ്രകാശന പരിപാടിയിലും വെബ് പോർട്ടൽ ഉദ്ഘാടന വേളയിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത സിവിൽ സപ്ലൈസ് മന്ത്രിയും ഗവൺമെന്റിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെയെല്ലാം ഇതുവരെ സംഘടിതരായി ചിറകിൻ കീഴിൽ ഒതുക്കി നിർത്തിയിരുന്ന നിങ്ങളെ കൊണ്ടു നടന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. എല്ലാവരും ദയവായി ഇരിക്കണം. അരമണിക്കൂറുകൂടെ പ്രോഗ്രാമുള്ളൂ. ദയവായി എല്ലാവരും ശാന്തതയോടെ ഇരിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. അടുത്ത വെബ് പോർട്ടലിൻ്റെ അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി നാഷണൽ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ് അസോസിയേഷൻ INTUC പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ അഡ്വക്കേറ്റ് GR അനിൽ, വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് കേരളത്തിൻ്റെ ഒരു സുദിനമാണ്. കഴിഞ്ഞ 10-12 വർഷത്തിലേറെയായി വ്യാപകമായ തോതിൽ ആശങ്കയുണ്ടായിരുന്ന ഒരു തൊഴിൽ മേഖല
ആ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് സ്വന്തം ജീവിതം കരുപ്പിടിപ്പിച്ച ലക്ഷക്കണക്കിനായിട്ടുള്ള കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങൾ, അഭ്യസ്തവിദ്യരായ ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ളവർ, കഠിനാധ്വാനത്തിലൂടെ സ്വന്തം തൊഴിൽ കണ്ടെത്തി കേരളീയ സമൂഹത്തിൽ അന്തസ്സായി ജീവിച്ചപ്പോൾ അസൂയ പൂണ്ട ചില ഉദ്യോഗസ്ഥന്മാർ ഈ വ്യവസായത്തെ ആകെ തകർക്കാൻ കച്ചകെട്ടി പുറപ്പെട്ടിരുന്ന ഒരു കാലം എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. ഈ രംഗത്ത് ഒരു ഗവൺമെൻറ്റിനും പൂർണ്ണമായി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തങ്ങളുടേതായ തൊഴിൽ മേഖല കണ്ടെത്തുകയും ആ തൊഴിൽ മേഖലയിൽ സാധ്യതകളേറെ ഉണ്ട് എന്ന് കരുതി കൂടുതൽ അധ്വാനിച്ച് മുന്നോട്ട് പോകാനും മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തതുപോലെ നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മുടെ ഗാർഹിക ഉപയോഗത്തിനും ആരോഗ്യ പരിപാലനത്തിനുമുള്ള സാധനങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ വീടുകളിൽ, കൺസ്യൂമറുടെ വീട്ടിൽ അവരുടെ പക്കൽ എത്തിച്ചു കൊടുക്കുന്ന സാഹസികവും അതിലേറെ ശ്രമകരവുമായ ഒരു ജോലിയാണ് ഈ മേഖലയിലെ ആളുകൾ ചെയ്യുന്നത് എന്ന് 2012 മുതൽ